എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ന്യൂസിലൻഡിനെ മലർത്തിയടിച്ച് ഇന്ത്യ മറ്റൊരു ICC കിരീടത്തിൽ മുത്തം ഇട്ടിരിക്കുകയാണ്. 12 വർഷത്തിനു ശേഷമാണ് ഇന്ത്യ വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്നത്. ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും. ന്യൂസിലൻഡ് മികച്ച കളി പുറത്തെടുത്തെങ്കിലും അവർക്ക് ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ടോസ് നഷ്ടപ്പെട്ടപ്പോൾ ഇന്ത്യ സമ്മർദ്ദത്തിലായെങ്കിലും ഇന്ത്യൻ സ്പിന്നർമാർ ന്യൂസിലൻഡ് ബാറ്റ്സ്മാൻമാരെ വലിഞ്ഞുമുറുക്കി. ആദ്യം ന്യൂസിലൻഡ് മികച്ച കളി പുറത്തെടുത്തെങ്കിലും പിന്നീട് ഇന്ത്യ മികച്ച തന്ത്രത്തിലൂടെ കളി തിരിച്ചുപിടിക്കുകയായിരുന്നു. കുൽദീപ് യാദവ്, ചക്രവർത്തി എന്നിവർ ഇന്ത്യക്ക് വേണ്ടി ബോളിംഗിൽ മികച്ച പ്രകടനം നടത്തി. ഇന്ന് കളി തോറ്റ ശേഷം ന്യൂസിലൻഡ് ക്യാപ്റ്റൻ സാന്റ്നർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ഫൈനൽ ഞങ്ങൾ ജയിക്കും എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. മികച്ച തന്ത്രങ്ങളുമായി ആണ് ഞങ്ങൾ ഇന്ന് കളത്തിലിറങ്ങിയത്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. പവർപ്ലേയിൽ ഞങ്ങൾ നന്നായി തന്നെ കളിച്ചു. എന്നാൽ സച്ചിൻ, വില്യംസൺ എന്നിവരുടെ വിക്കറ്റ് പോയതോടെ ഞങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിലായി. അതാണ് ഞങ്ങൾക്ക് പണി തന്നത്. ഇന്ത്യയുടെ ബൌളിംഗ് ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ താരങ്ങൾ ഇങ്ങനെ ബോൾ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. ഇന്ത്യയാണ് ഇപ്പോൾ നമ്പർ 1 ടീം. ഈ കപ്പിന്റെ യഥാർത്ഥ അവകാശി അവർ തന്നെയാണ്. അതുപോലെ തന്നെ മികച്ച കളിയാണ് അവർ ഇന്ന് പുറത്തെടുത്തത്. പക്ഷേ ഞങ്ങൾ ഇന്ന് ജയിക്കേണ്ടത് ആയിരുന്നു. ഒരുപാട് തെറ്റുകൾ ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങൾ ഒരുപക്ഷെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കളിച്ചതെങ്കിൽ ഈ ICC ട്രോഫി ഞങ്ങൾക്ക് നേടാൻ സാധിക്കുമായിരുന്നു. ബാറ്റിംഗിൽ ആണ് ശരിക്കും ഞങ്ങൾക്ക് അടിപതറിയത്. കുറച്ചുകൂടി റൺസ് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇന്നത്തെ കളി ഞങ്ങൾ തന്നെ ജയിക്കുമായിരുന്നേനെ. ഇന്നത്തെ കളി തോറ്റതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കളി ജയിച്ച ഇന്ത്യയ്ക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു, സാന്റ്നർ വ്യക്തമാക്കി. ന്യൂസിലൻഡ് ആരാധകർ വിഷമത്തിലാണ്. ഇന്ന് ന്യൂസിലൻഡ് ജയിക്കും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യ കളി തിരിച്ചുപിടിച്ചത്. ശരിക്കും ഇന്ത്യ ഇന്ന് മികച്ച കളി തന്നെ കാഴ്ചവെച്ചു, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ബൌളിംഗ്. അങ്ങനെ വർഷങ്ങൾക്കു ശേഷം വീണ്ടും ഇന്ത്യ മറ്റൊരു ICC ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത് ശരിക്കും ആരാധകർക്ക് സന്തോഷിക്കാവുന്ന നിമിഷമാണ്. അതുപോലെ തന്നെ ചരിത്രവിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.